എഫേസൂസിനുണ്ടാക്കി. ഇതുപോലെ എഫേസൂസിലെ മറ്റൊരു രംഗമാണ് ഈ ദൈവാലയത്തിൽ ഡൈനീഷ്യസിന്റെ ക്ഷേത്രത്തിൽ ആരാധനയും കഴിഞ്ഞ് കൂത്താടി നടക്കുന്ന രീതി. അത് പൗലോസ്ലീഹ പറയുകയാണ്, വീഞ്ഞു കുടിച്ച് ഉന്മത്തരാവരുത്, അതിനാൽ എന്താ ഉണ്ടാകുന്നത്? ദുർനടപ്പ്, എല്ലാ തരത്തിലുള്ളതായ ഇമ്മൊറാലിറ്റിയും ഇതിൽ നിന്നാ വരുന്നത്. സെക്ഷുവൽ ഇൻസെസ്റ്റ് എങ്ങനെ ഉണ്ടാകുന്നു? മദ്യത്തിന്റെ ഫലമായിട്ടാ. സ്വന്തം മക്കളെ പോലും മകളാണോ ഭാര്യയാണോ എന്ന് തിരിച്ചറിയാൻ വിവേകമില്ലാത്ത വിധത്തിൽ ആ വലുതാത്തതൊക്കെയും ചെയ്യുന്ന അതാ മദ്യത്തിന്റെ അപകടം. അതിന്റെ സ്ഥാനത്ത് പിന്നത്തേതാ നമ്മൾ ഓർക്കാനുള്ളത്. അതിന് പകരം എന്താ വേണം? സബ്സ്റ്റിറ്റ്യൂട്ട് വേണം. ശൂന്യമായിട്ടിരിക്കില്ല. വീഞ്ഞില്ലെങ്കിൽ മറ്റൊന്നുകൊണ്ട് ഹൃദയം നിറയ്ക്കണം. അതെന്തുകൊണ്ട് നിറയ്ക്കാനാ പറഞ്ഞത്? ആത്മാവ് നിറഞ്ഞവരായി, പരിശുദ്ധാത്മാവിന്റെ നിറവ്, ആ ഒരു അനുഭവം ഉണ്ടായെങ്കിലേ മതിയാവുള്ളൂ. വാക്യമായിട്ടിരിക്കില്ല. വീഞ്ഞു മാറ്റിയത് കൊണ്ടായില്ല. അതിന്റെ സ്ഥാനത്ത് ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കുവാൻ തക്കവണ്ണമുള്ള ആ സാഹചര്യം ഒരുക്കിയെങ്കിൽ മാത്രമേ ഇതിനെ പിടിച്ചു നിൽക്കുവാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത് ആത്മാവ് നിറഞ്ഞവരായി. എന്തുവാ വായിച്ചല്ലോ? നന്നായിട്ട് വായിച്ചു. അല്ല, ഞാൻ കണ്ടില്ല. കൊള്ളാം. വായിച്ചു കേൾക്കുന്ന പോലെ ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവനെ എല്ലായ്പ്പോഴും എല്ലാറ്റിനു വേണ്ടിയും സ്തോത്രം ചെയ്തുകൊള്ളുവീൻ. അതെന്തൊക്കെയാ സ്തോത്രത്തിൽ വരുന്ന? പാട്ട് പാടണം. ആത്മാവ് നിറഞ്ഞവരായി പാട്ട് പാടണം. 3 തരത്തിലുള്ള പാട്ടിനെ പറ്റി അവിടെ പറയുന്നത്. ഏതൊക്കെയാ 3 തരത്തിലുള്ള പാട്ട്? സങ്കീർത്തനം. അതേതാ? 150 മസൂറ. നമ്മൾ ചൊല്ലുന്ന 150 സങ്കീർത്തനം അത് പാടും. ക്രിസ്തീയ വിശ്വാസികളെല്ലാം പാടുന്നത് 150 സങ്കീർത്തനമാണ്. 150 സങ്കീർത്തനങ്ങളാലും പിന്നെ സ്തുതി തെറ്റ് ആ വാക്ക്. സാംസ് ഇംഗ്ലീഷ് എന്താ? ഇംഗ്ലീഷില്ല. സാംസ് ആൻഡ് ഹിംസ്. ഹിംസ് എന്നുള്ളതിന് സ്തുതി എന്നല്ല, ഗീതമാ അല്ലെങ്കിൽ ഗാനമാ. പിന്നെ സ്പിരിച്വൽ സോങ്. ഒന്നാമത്തെ പറയുന്നത് സാംസ്, ഹിംസ് ആൻഡ് സ്പിരിച്വൽ സോങ്സ്, ആത്മീയ ഗീതങ്ങൾ. അപ്പൊ 3 തരത്തിലുള്ള പാട്ടുകൾ. സങ്കീർത്തനങ്ങൾ പാടും. രണ്ടാമത് ഹിംസ്, ക്രിസ്തീയ ഗാനങ്ങൾ പ്രത്യേകമായിട്ടുണ്ടായിരുന്നു അന്ന് യേശുക്രിസ്തുവിനെ സ്തുതിച്ചും കൊണ്ട്. യേശുക്രിസ്തു സങ്കീർത്തനത്തിൽ യേശുക്രിസ്തുവിനെ സ്തുതിക്കുന്നില്ലല്ലോ. ഇത് യേശുക്രിസ്തുവിന്റെ മഹത്വത്തെ പ്രകീർത്തിക്കുന്ന, ഉയർപ്പിനെ പ്രകീർത്തിക്കുന്ന ഒക്കെയുമുള്ള ക്രിസ്ത്യൻ സോങ്സ് അത് പാടും. പിന്നെ മൂന്നാമത് സ്പിരിച്വൽ ആത്മാവ് നിറഞ്ഞവരായി പ്രത്യേകം അപ്പോൾ പാടുന്നവരും ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞത് ഈ ഒരു ആത്മീയ സന്തോഷവും ആനന്ദവും ആത്മീയ ജീവിതത്തിൽ കൊടുത്തെങ്കിൽ മാത്രമേ മദ്യത്തിൽ നിന്ന് ഉള്ള വിമുക്തി കിട്ടിയതുകൊണ്ട് മാത്രമായില്ല. അൺലെസ് they are supported and unless they are nourished by something spiritual. അതാണ് നമ്മുടെ ദൗത്യം, ജോലി എന്ന എനിക്ക് പറയാനുള്ളത്. ആ ഒരു അനുഭവത്തിൽ നമ്മുടെ ഇടവകയും സഭയും ശക്തമായി പ്രവർത്തിക്കണം. ഇന്ന് ഇത് കോളേജ് പിള്ളേരുടെ ഇടയിലൊക്കെ ശക്തിയാണ്, അങ്ങോട്ട് വ്യാപിച്ചു വരികയാണ്. പെൺകുട്ടികൾ, എൻ്റെ മകള് കഴിഞ്ഞ ദിവസം അതിനോട് പറഞ്ഞു, ഒരു അഡിക്റ്റായിട്ട് 2 സ്ത്രീകൾ കോഴഞ്ചേരി മുത്തൂറ്റ് ആശുപത്രിയിൽ ട്രീറ്റ്മെന്റ് ചെയ്യുന്നു. സ്ത്രീകൾ മദ്യത്തിന്റെ അടിമയാണ്, സുബോധമൊന്നുമില്ല, ആപ്പാടെ ഭ്രാന്തരായി മാനസിക നില തെറ്റിയ 2 സ്ത്രീകൾ അവിടെ ചെന്നെത്തിയെന്നുള്ളത്. അത് കോഴഞ്ചേരിയിൽ, കോട്ടെ എറണാകുളത്തോ അല്ലെങ്കിൽ മദ്രാസിലോ ഒക്കെയാണ് മനസ്സിലാക്കാം. ആ നാട്ടിൻപുറത്ത് പോലും സ്ത്രീകൾ പോലും ഇന്ന് മദ്യത്തിന് അടിമകളായി തീർന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ദുസ്ഥിതിയിലാണ് നമ്മൾ ഏർപ്പെട്ടിരിക്കുന്നത്. ഇതൊരു വളരെ ഗൗരവത്തോടെ നമ്മൾ എടുക്കേണ്ടതാണ്. അതുകൊണ്ട് കുടുംബം തകരുന്നു. അതുപോലെ തന്നെ സ്വസ്ഥത സമൂഹത്തിൽ ഇന്നുണ്ടാകുന്ന അടിപിടി കേസുകളൊക്കെ എടുത്തു. സൊസൈറ്റിയുടെ സകലവിധമായിരിക്കുന്ന അപകടങ്ങളുടെ കാര്യം പറയണ്ട, കാലവേളകളുടെ പറ്റുമൊക്കെ എല്ലാറ്റിൻ്റെയും പുറകിൽ ഈ പറയുന്ന പിശാചാവുള്ളത് മദ്യം. അതുകൊണ്ട് നിങ്ങൾ കുറെ പേര്, ചുരുക്കം, വലിയ സംഖ്യയൊന്നും വേണ്ട, ഞങ്ങളുടെ വലിയ സംഘടനയൊന്നും അല്ല, കൊച്ചു സംഘടനയാണ്.
ബട്ട് ഇറ്റ്സ് എൻ ഇഫക്റ്റീവ് ആൻഡ് എ വെരി ആക്റ്റീവ് ബോഡി എന്ന് ഞാൻ പറയും. അത് നിങ്ങൾ ഒരിക്കലും അതിൽ നിന്ന് പിന്മാറാതെ നിശ്ചയദാർഢ്യത്തോടു കൂടി നമ്മൾ പ്രവർത്തിച്ച് ഒരാളെയെങ്കിലും കൊണ്ടുവന്നാൽ എന്തോ ഒരു സമാധാനം ആ കുടുംബത്തിലുണ്ടാകും. അതിനുവേണ്ടിയുള്ളൊരു പ്രവർത്തനം ആയിരിക്കണം. വലിയ പ്രസംഗമൊന്നും നിങ്ങൾക്ക് വേണ്ട. ആളിനെ പേഴ്സണലായിട്ടുള്ള ആ സ്നേഹം നമ്മൾ കൊടുത്തുകൊണ്ട് ആ ആളിനെ പതുക്കെ അവരുടെ ഷെയർ ചെയ്ത് ആ പ്രോബ്ലവുമായിട്ട് ബന്ധപ്പെട്ട് അതിന് പരിഹാരം വരുത്തുകയും കൃത്യമായിരിക്കുന്ന പ്രാർത്ഥനയുടെ ആ ഒരു ശക്തി നമ്മൾ കൊടുത്ത് ആ വിധത്തിൽ നമുക്ക് നേടാൻ കഴിയും എന്നാണ് എൻ്റെ വിചാരം. അതിലേക്ക് നമ്മൾ വരുത്തണം. അത് നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു ലക്ഷ്യമായിട്ട് നിങ്ങൾ എടുക്കണം. അത് നിങ്ങളെ ഞാൻ ആ കാര്യത്തിൽ അഭിനന്ദിക്കുന്നു. എൻ്റെ വാക്കുകൾ ചുരുക്കുന്നില്ല. നിങ്ങൾക്ക് ചോദ്യങ്ങളൊക്കെ ചോദിക്കാനും മറ്റുമൊക്കെ ഡിസ്കഷന് വേണ്ടി സമയം 15 മിനിറ്റ് ഞാൻ മാറ്റിവെക്കുകയാണ്. ഇതിനകത്ത് ചിലതും കൂടെ കൂട്ടിച്ചേർക്കാൻ ഉണ്ട് എന്നെനിക്ക് തോന്നുന്നു. ചിലർ ചോദിക്കുന്ന ഒന്നാണ്, അല്ലാണ്ട് എൻ്റെ ചോദ്യത്തിലുണ്ടായിരുന്നു. പൗലോസ്ലീഹ തീമോത്തിയോസിന് അനുവദിച്ചല്ലോ എന്തുവാ അല്പം ചീഞ്ഞു കുടിച്ചോളാൻ. പിന്നെ തമ്പുരാൻ തന്നെ എത്രയോ ഉണ്ടാക്കി വെച്ചു, കുടിച്ചോളാൻ പറ്റിയോ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പിന്നെ നമുക്ക് ആയാൽ എന്താ എന്ന് വേദപുസ്തകത്തെ എപ്പോഴും ആധാരമാക്കിക്കൊണ്ട് പറയുന്ന ആളുകൾ ചൂണ്ടിക്കാണിക്കാറുണ്ട്. അതിനെപ്പറ്റിയും കൂടി നമ്മൾ പറയുവാൻ കടപ്പെട്ടവരാണ്. ആദ്യത്തിനെ പറ്റി ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. പൗലോസ്ലീഹ അന്നത്തെ കാലത്ത് വൈൻ എന്ന് പറയുന്നത് ഒരു മെഡിസിനാണ്. ഇന്നത്തെ പോലുള്ള മറ്റു ടോക്സിക് ഒന്നും തന്നെ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അതുകൊണ്ട് ആ മുറിവേറ്റ കിടന്ന ശമരിയക്കാരൻ ചെന്ന് ചെയ്ത് എന്തോ ചെയ്തത്, വീഞ്ഞും എണ്ണയും ഒലിവെണ്ണ പകർന്ന് മുറിവ് കെട്ടി അവനെ പരിചരിച്ചു എന്നാ അവിടെ പറയുന്നത്. സോ ഇറ്റ്സ് എ മെഡിസിൻ. ആ ഒരു അനുഭവമാണ് അന്ന്. ഇന്നത്തെ പോലെ മെഡിക്കൽ സയൻസ് വളർന്നിട്ടില്ലാത്ത കാലത്ത് ഇറ്റ് വാസ് ട്രീറ്റ് കൺസിഡേർഡ് ആസ് എ മെഡിസിൻ. അതുകൊണ്ടാണ് പറയുന്നതിൻ്റെ അജീർണതയ്ക്ക് അത് ഉള്ളൊരു കോൺസ്റ്റിപ്പേഷൻ അതിന് ഇത് അല്പം ആയിക്കൊള്ളുക എന്ന് പൗലോസ് പറഞ്ഞിരിക്കുന്നത് ബിക്കോസ് ഓഫ് ഇറ്റ് ഒരു മെഡിസിൻ എന്ന നിലയിലാണ്. അതിൽ നിന്നൊക്കെ നമ്മൾ എത്രയോ മാറി ഇഫക്റ്റീവായിട്ട് മെഡിസിൻ വന്നപ്പം ഇതിന് പ്രസക്തിയില്ല എന്നുള്ളത് അതൊന്ന്. മറ്റേ വിവാഹത്തിന്റെ കാര്യത്തിൽ കാനാവിലെ കാര്യത്തെ പറ്റി പറയുമ്പോൾ അന്നത്തെ അവരുടെ സംസ്കാരത്തിൽ വീഞ്ഞ് സമൃദ്ധിയായിട്ടുണ്ടായിരുന്നു, കുടിക്കുമായിരുന്നു. കർത്താവും വീഞ്ഞ് കുടിച്ചിട്ടുണ്ട്. അതവരുടെ പാർട്ട് ഓഫ് ദെയർ കൾച്ചറാണ്. ഞാൻ ഓർക്കുന്നു, യെരൂശലേമിൽ ഞാൻ ഒരു വർഷം താമസിച്ചു. റിസർച്ചായിരുന്നു. താമസിച്ചത് സന്യാസികൾ അച്ഛന്മാരാണ് അത് നടത്തുന്നത്. അവര് സ്പെയിനിലെ അച്ഛന്മാരാണ്. ആ അച്ഛന്മാര് ഞായറാഴ്ച ഞങ്ങൾക്ക് വലിയ ഫീസ്റ്റാണ്. വേദം കഴിച്ച് 30 പേരെ ഉള്ളൂ ഞങ്ങൾ. എല്ലാം സ്കോളേഴ്സ് ഫ്രം ഓൾ ഓവർ ദ വേൾഡ്. എല്ലാം ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള ആളുകൾ മാത്രം ഉള്ള റിസർച്ച് സെന്ററാണ്. അപ്പൊ ഇത് കഴിയുമ്പോൾ മേശപ്പുറത്ത് മുഴുവനും വൈൻ കൊണ്ട് വെച്ചേക്കും. ഇഷ്ടം പോലെ കഴിക്കാം. അവരൊക്കെ കഴിക്കും വീഞ്ഞ്. അത് പാർട്ട് ഓഫ് ദെയർ കൾച്ചർ. പക്ഷെ നമ്മുടെ സംസ്കാരത്തിൽ ചെയ്യുന്ന അല്ല. അന്ന് അങ്ങനെ ആയിരുന്നു എന്നുള്ളതും. പിന്നെ ഒരു സ്പിരിച്വൽ മീനിങ് യോഹന്നാന്റെ സുവിശേഷത്തിൽ എല്ലാം മോർ ദാൻ ദ മെറ്റീരിയൽ ഓർ ദ ഫിസിക്കൽ ദർ ഇസ് എ ഡെപ്ത് ഓഫ് സ്പിരിച്വൽ മീനിങ്. അവിടെ 6 പാത്രങ്ങൾ യഹൂദമതത്തിന്റെ അപൂർണതയെ കുറിക്കുന്നതായിട്ടുള്ള ഒന്ന്. ഇവിടെ അതിന്റെ സ്ഥാനത്ത് കർത്താവ് അതിനെ പരിഹരിച്ചും കൊണ്ട് നിലവിൽ ആത്മാവിലുള്ള ജീവിതത്തിന്റെ ഒരു പൂർണ്ണതയെ കാണിക്കുന്ന ഒരു എക്സ്പീരിയൻസ് ഓഫ് ജോയ് ഇത് സിംബിളൈസ് ചെയ്യുന്നു എന്ന് നമ്മുടെ പിതാക്കന്മാർ പഠിപ്പിക്കുന്നുണ്ട്. ഏതായിരുന്നാലും ഇത് ഒരു ന്യായമായിട്ട് എടുക്കുവാൻ സാധിക്കാത്തതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഏതായിരുന്നാലും ഇത് ഒന്നുകൂടി ഒന്ന് എഡിറ്റ് ചെയ്ത് കുറച്ചുകൂടെ ഒന്ന് സോ ഫാർ ഇറ്റ് ഈസ് ഗുഡ്, ഐ അപ്രീഷിയേറ്റ്, ബട്ട് ഇറ്റ് മസ്റ്റ് ബി അപ്ഡേറ്റഡ്. അതിന് എന്തൊക്കെ കൂടെ ചേർക്കണം എന്നുള്ളത് കൂടെ ചേർത്ത് അത് സെക്കൻഡ് എഡിഷൻ വരുമ്പോഴേക്ക് ഇപ്പം നന്നായിട്ട് നിങ്ങൾ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ന്യായം 1, ന്യായം 2, ന്യായം 3 എന്നൊക്കെ ഉള്ളത് ലോജിക്കലി പ്രസന്റഡ് ചെയ്യണമെന്നുള്ളതാണ്. ആൻഡ് ഐ കുഡ് ഓൾസോ ഹെൽപ്പ് യു ഇൻ ദാറ്റ്. നമുക്ക് ചെയ്യാം.
Any questions? എൻ്റെ സ്വദേശം കാർത്തിപ്പള്ളിയാണ്. ഞാൻ കഴിഞ്ഞ മാസം വെക്കേഷൻ വന്നാൽ തിരിച്ചു വന്നേ ഉള്ളൂ. എൻ്റെ അടുത്താണ് നങ്ങിയാറുളങ്ങര. നമ്മുടെ ഒരു ഓർത്തഡോക്സുകാരൻ ഒരു 5 സ്റ്റാർ ഹോട്ടൽ അടുത്ത ആഴ്ച ഇനാഗ്രേഷൻ വരുവാണ്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മുടെ തിരുമേനിമാർ ഉൾപ്പെടെയുള്ളവർ അത് കൂതാശ ചെയ്യുന്ന ഞാൻ അറിഞ്ഞത്. അത് ഓർത്തഡോക്സുകാരനാണ് ഇതിൻ്റെ ഉടമസ്ഥൻ. ഗോയിങ് ടു ബി എ ബാർ ഹോട്ടലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള നമ്മുടെ സഭാംഗങ്ങൾ തുടങ്ങിയാൽ പോലും അതിന് നമ്മുടെ ആത്മീയമായിട്ടുള്ള നേതാക്കൾ അതിന് ഇങ്ങനെയുള്ള കൂതാശയ്ക്ക് പങ്കെടുക്കാവോ, അല്ലെങ്കിൽ അതിനെപ്പറ്റി അവരുടെ ഒരു സ്റ്റാൻഡ് എന്താണെന്ന് നല്ല രീതിയിൽ ചെയ്യേണ്ടതാണ്. ഇപ്പോഴ് ബാർ ഹോട്ടലിൽ മറ്റും കൂതാശ ചെയ്യാനായിട്ട് മെത്താശനായി പോകരുത് തന്നെ എൻ്റെ അഭിപ്രായം. അത് ഏത് വാത്സല്യവാനാ തുടങ്ങുന്നതെങ്കിലും മോനെ ഇത് സഭയുടെ ഒരു തത്വത്തിൽ പറ്റാത്ത ഒന്നാണ്, ഞാനതില്ല എന്ന് പറയാനുള്ള കരുത്ത് വേണം. അല്ലാതെ ഇന്നത്തെ ചാക്കോച്ചിന് ഇങ്ങോട്ട് വന്ന് തോമാറ്റം വന്നു മോനെ ഞാൻ വന്നേക്കാം എന്ന് പറയരുത്. തീർച്ചയായിട്ടും ഐ ഫുള്ളി അഗ്രി വിത്ത് യു. രണ്ട് വേദോസം നോക്കുന്നു. നോക്കാൻ കാര്യം ആവർത്തന പുസ്തകത്തിൽ ഞാൻ ഇവിടെ ഒന്ന് വായിച്ചു. ഈ മദ്യം കഴിക്കുന്നതിനെ കുറിച്ച് ഒരുപാടുണ്ട്. ഈ സദൃശവാക്യങ്ങൾ മുഴുവനും ആദ്യം നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ മദ്യത്തിന് എതിരായിട്ടുള്ള ഒത്തിരി വാക്യങ്ങൾ സദൃശവാക്യങ്ങളിലുണ്ട്. വീഞ്ഞിൻ്റെ ദോഷവും അതിൻ്റെ ആപത്തും എല്ലാം വെളിപ്പെടുത്തുന്നുണ്ട്. പഴയ നിയമത്തിലുമുണ്ട്, പിന്നെ മോശയുടെ പുസ്തകത്തിലുമുണ്ട്. പഴയ നിയമത്തിലെ യാഗമർപ്പിക്കുമ്പം എനിക്ക് തോന്നുന്നു സബലപ്രയാസത്തിലുള്ള ഹോദനയാഗം അതിന് കൂടുതൽ വീഞ്ഞും കൂടെ സമർപ്പിക്കുന്നത്, ഒരു കപ്പ് വീഞ്ഞ് കൊണ്ടുവന്നിട്ട് യാഗമർപ്പിക്കാനായിട്ട് ദൈവം. മറ്റൊന്ന് ഓർക്കാനുള്ളത്, ആ യാഗങ്ങളുടെ എല്ലാം സൂല്ല് ആ യാഗം ഈ കാൽവറിയിലെ പലവയാഗം വന്നപ്പോൾ മറ്റേ യാഗങ്ങളെല്ലാം സൂല്ല്, അതൊന്നും ഇല്ല. ഓൾ നള്ളിഫൈഡ്, ഓൾ അത് മാറ്റിക്കഴിഞ്ഞു. ഒരു യാഗവും ഇല്ല, ഒരു യാഗം മാത്രം കാൽവരി പരമയാഗം. ദാറ്റ് ഈസ് ദ മെസ്സേജ് ടു ദ ഹീബ്രൂസ്. എബ്രായ ലേഖനത്തിലെ മെസ്സേജ് അതാ. മറ്റുള്ളതെല്ലാം മാറ്റി. പൗരോഹിത്യവും ലേഖ്യവും അതും മാറ്റി. ക്രിസ്തുവിൻ്റെ പൗരോഹിത്യം മാത്രമായി ക്രിസ്തുവിലേക്ക് വരുന്ന അതാണ്. മദ്യപാനത്തിൽ നിന്ന് ഇവരെ വിടുവിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരിയായി ഒരു റീഹാബിലിറ്റേഷനോട് എന്തെങ്കിലും പദ്ധതി കഴിയുന്ന പദ്ധതികളൊക്കെ ആസൂത്രണം ചെയ്ത് കഴിഞ്ഞാൽ കുറേ കൂടി എഫക്റ്റീവ് ആയിരിക്കും. കാരണം പലപ്പോഴും വിട്ട് പിന്നെ അതിലേക്ക് പോകുന്നത് അങ്ങനെ അതാ തുടർ പ്രവർത്തനമാണ്. ഈ പലരും തീരുമാനപ്പെട്ടത് എടുക്കുമ്പോൾ നിർത്തിയിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെയും ആ കമ്പനി ഒന്ന് കാണുമ്പോഴേക്ക് അതിലേക്ക് അങ്ങ് പോകും. പക്ഷെ അത് പോകാതിരിക്കുന്നതൊക്കെ വേണം നമ്മൾ അവരെ തുടർച്ചയായിട്ട് മീറ്റ് ചെയ്ത് അടിച്ചു തോന്നും. അതായത് A&A മീറ്റിങ്ങിനുള്ള വലിയ ഗുണം അതാ. ദേ മീറ്റ് റെഗുലർലി എവറി വീക്ക്. അപ്പൊ പിന്നെ ഫോളോ അപ്പ് ഉണ്ട്. നമുക്ക് സഭയ്ക്കായിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്ന സഭയ്ക്ക് ഈ തത്വങ്ങളെ വെച്ചുകൊണ്ട് ഇടവകതലത്തിൽ അങ്ങനെയുള്ള ആളുകളെ കണ്ടെത്തി പ്രവർത്തിച്ചേ മതിയാവും. അച്ഛന്മാരും അതുപോലെ തന്നെ ഈ ദിവ്യബോധനമൊക്കെ പഠിച്ചവരൊക്കെ ഉണ്ടല്ലോ, അതുപോലെ കൗൺസിലിംഗ് അറിയാവുന്നവര് ഒത്തിരി പേരുണ്ട്. അവരുടെ സേവനം ഈ കാര്യത്തിൽ ഉപയോഗപ്പെടുത്തണം. അതോടനുബന്ധിച്ചുള്ള വേറൊരു ചോദ്യമുള്ളത്, നോഹയുടെ മോൻ മകൻ ഹാമിന്റെ കാര്യത്തെ കുറിച്ചാണ്. ഈ ഹാമിൻ ദേശം എന്ന് പറയുന്നത് ഈ ഹാമിന്റെ തന്നെ സ്ഥലം. ഹാമിൻ ദേശങ്ങളിൽ പാട്ട് പാടുമല്ലോ. കാലാന്താണ് ഹാമി. പിന്നെ ഹാമിന്റെ കാര്യം ഓർക്കുന്നതില്ല. അത് കനാന്റിൽ നിന്നുള്ളത് മാത്രമേ ഓർക്കുന്നു. ഹാമിനെ തന്നെയാണ്. പല അച്ഛന്മാരും പറഞ്ഞു ക്ഷമിക്കണം. അതിന്റെ തിക്തഫലം, അതായത് അവർ മദ്യപിക്കുന്നത് കറക്റ്റായിട്ട് എവിഡൻസോട് കൂടി ഹിന്ദുക്കൾ വന്ന് പറയുമ്പോൾ തൊലി പൊളിക്കുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം ക്യാമ്പ് വിസിറ്റിങ്ങിന് വന്ന സമയത്ത് കൊളക്കടക്കാരൻ രാജു അച്ഛൻ്റെ അടുത്ത് പറയാനായിട്ട് വന്നു. ഞാൻ അത് തടയുകയാണ് ചെയ്യുന്നത്. അച്ഛന്മാരുടെ കുറേ കാര്യങ്ങളെ പറ്റി അവിടെ അവതരിപ്പിക്കാനായിട്ട് എവിഡൻസോടുകൂടി അവിടെ വരാനായിരുന്നു. ഞാൻ പറഞ്ഞു ആൻറ്റോ എന്ന് പറഞ്ഞ ഒരാളുടെ അടുത്ത് പറഞ്ഞു, ആൻറ്റോ നീ അതവിടെ തടയണം. അച്ഛൻ പറഞ്ഞേക്കുന്നത് ഇപ്പം ക്യാമ്പ് വിസിറ്റിങ്ങിന് വന്നേക്കുന്നത് അച്ഛൻ ഇത് സമ്മതിക്കത്തില്ല. സമ്മതിച്ച് ഇരിക്കാതെ വരുമ്പം നീ അവിടെ പ്രശ്നം ഉണ്ടാക്കും. അവൻ മദ്യപിച്ചിട്ടൊന്നും അല്ല വരുന്നത്, പക്ഷെ ആ പ്രശ്നം ഉണ്ടാവും. അതുകൊണ്ട് ഒഴിവാക്കണേന്ന് ഞാൻ പറഞ്ഞു. അതേപോലെ കത്തോലിക്ക അച്ഛന്മാര് ഒരു നല്ല പങ്കും
മദ്യം അതിൻ്റെ ഒരു പാർട്ട് ഓഫ് ദ